ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിൻ്റെ എപ്പിസോഡ് 46 ആയിട്ടാണ്. മുന്നത്തെ വീഡിയോയും കണ്ടിട്ടില്ലെങ്കിൽ പോയി കണ്ടിട്ട് വരിക. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് പോകാം. എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ മൂസാൻ്റെ കുട്ടിക്കാലം കാണിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. ഞാൻ ജനിച്ചപ്പോൾ തന്നെ ഒരുപാട് വട്ടം ഞാൻ മരിച്ചു പോയിരുന്നു. ഞാൻ മരിച്ചുപോയി എന്ന് കരുതി എൻ്റെ അച്ഛനും അമ്മയും എന്നെ ദയിപ്പിക്കാൻ കൊണ്ടുപോയപ്പോഴാണ് അവിടുന്ന് ഞാൻ ആദ്യമായി കരഞ്ഞത്. ഞാൻ ഇവിടെ സ്ട്രഗിൾ ചെയ്തു ഞാൻ കരയാൻ വേണ്ടി. അന്നൊക്കെ ഞാൻ ഒരുപാട് വീക്കായിരുന്നു, എനിക്ക് തീരെ ശക്തിയില്ലായിരുന്നു. എന്നെ ഒരുപാട് കെയർ ചെയ്തിട്ടാണ് എൻ്റെ അച്ഛനും അമ്മയും എന്നെ നോക്കി വളർത്തിയത്. പക്ഷേ പെട്ടെന്ന് ഞാൻ അത് അച്ചീവ് ചെയ്തു. എനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആവാൻ എനിക്ക് പറ്റി. പക്ഷേ അതെൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ എനിക്ക് എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ളായിരുന്നുള്ളൂ. ഉപേക്ഷിക്ക്. നിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം കൂടിയാണ് വരുന്നത്. നീ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും മരണമുണ്ടെന്ന്. ശരിയാണ്, നീ പറഞ്ഞത് വളരെ ശരിയാണ്. എല്ലാവർക്കും മരണമുണ്ട്. ഞാൻ കൊന്ന ഒരാളുടെ മുഖം പോലെ എനിക്ക് ഓർമ്മയില്ല. പക്ഷേ ഞാൻ എൻ്റെ ഫീലിങ്സ് ഒരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ, അവൻ എന്നെപ്പോലെ തന്നെ പെരുമാറുകയാണെങ്കിൽ ഞാനന്ന് ജയിച്ചില്ലേ? ഞാൻ പറഞ്ഞതുപോലെ ആയില്ലേ എനിക്ക് മരണമില്ല എന്ന്? ഇതിനുള്ള എല്ലാ ഉത്തരവും എൻ്റെ കൺമുമ്പിൽ തന്നെയുണ്ട്. ഞാൻ അതിനെ നോക്കിക്കാണുന്നുണ്ട്. എനിക്കറിയാം അത് തന്നെയാണ് എൻ്റെ ഉത്തരമെന്ന്. ശരിയാണ്, സൂര്യൻ ഉദിച്ചു. എൻ്റെ ശരീരം ഇതോടെ തന്നെ ഇല്ലാതാകും. പക്ഷേ എൻ്റെ ഫീലിങ്സ് ഈ ലോകമുള്ളിടത്തോളം കാലം ഇവിടെ തന്നെ നിലനിൽക്കും. ഞാൻ കൊടുക്കും. ഞാൻ എൻ്റെ എല്ലാ ശക്തിയും നിനക്ക് തരും എന്ന് പറഞ്ഞ് ടാൻജറോൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. ഞാൻ നിൻ്റെ എല്ലാ ശക്തിയും, ഞാൻ എൻ്റെ എല്ലാ കഴിവും നിനക്ക് തന്നിരിക്കും. എൻ്റെ എല്ലാ ബ്ലഡും നിനക്ക് തരും. നിൻ്റെ ഹാർട്ട് ബീറ്റ് നിന്നു എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ നിൻ്റെ കോശങ്ങൾ ഒരിക്കലും നശിക്കുന്നില്ല. അതിലൂടെ ഞാൻ ജീവിക്കും. എൻ്റെ എല്ലാ ഇമോഷൻസും ഞാൻ നിനക്ക് തരുന്നു. നിന്നെക്കൊണ്ട് പറ്റും ടാൻജറോ. നീ എല്ലാത്തിനെയും ഓവർകം ചെയ്യും. നീ സൺലൈറ്റിനെ ഓവർകം ചെയ്യും. നീ ഒരുപാട് പവർഫുള്ളാകും. നീ ആ നെസുക്കോയുടെ ചേട്ടനല്ലേ? നിനക്കറിയാം അവൾക്ക് സൺലൈറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റുമെന്ന്. അതേ രക്തം തന്നെയാണ് നിനക്കും. പിന്നെ അവൻ്റെ എല്ലാ ശക്തിയും നിൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. നിന്നെക്കൊണ്ട് പറ്റും. എൻ്റെ എല്ലാ ഇമോഷൻസും, എൻ്റെ എല്ലാ ശക്തിയും ഞാൻ നിനക്ക് തരുന്നു. നിനക്ക് മാത്രം ഇത് സാധിക്കൂ എന്ന് പറഞ്ഞ് മൂസൻ അവിടുന്ന് പൊടിഞ്ഞ് ഇല്ലാതാകാണ്. പിന്നെ ടാൻജറോനെ കാണിക്കുന്നുണ്ട്. അവൻ്റെ ചുറ്റുമുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സും അവൻ മരിച്ചിട്ട് കരയുന്നുണ്ട്. പെട്ടെന്ന് നമ്മുടെ ടാൻജറോൻ്റെ ഫേസ് കാണിക്കുന്നുണ്ട്. അവൻ പതിയെ അവൻ്റെ കണ്ണ് തുറക്കുന്നുണ്ട്. ഞാൻ പറയുന്നുണ്ട് അവൻ്റെ മനസ്സിൽ നിന്ന്, എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെ നീ കൊല്ലണം. എൻ്റെ ആഗ്രഹം നീ നിറവേറ്റണം ടാൻജറോ എന്ന്. പെട്ടെന്ന് തന്നെ ടാൻജറോ എഴുന്നേറ്റപ്പോൾ തന്നെ എല്ലാവരും ഷോക്കായി പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടാൻജറോ അവൻ്റെ മുറിഞ്ഞു പോയ കൈ റീജനറേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ടൈമിൽ തന്നെ ടാൻജറോ എടുത്തുള്ള ഡീമൺ സ്ലേയേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഗിയു അവനെ വന്ന് ചാടി രക്ഷപ്പെടുത്തുന്നുണ്ട്. നമ്മുടെ ഗിയുവിന് ചുറ്റുള്ള ഒരു ഡീമൺ സ്ലേയേഴ്സിനെ മനസ്സിലാകുന്നില്ല നമ്മുടെ ടാൻജറോയ്ക്ക് എന്താണ് പറ്റിയതെന്ന്. എടുത്തു നിൽക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് നമ്മുടെ ടാൻജറോനെ വിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ടാൻജറോൻ്റെ ഫേസ് കാണിക്കുന്നത്. അവൻ്റെ ഫേസ് ഒന്നാകെ ഒരു ഡീമനെ പോലെ ആയിട്ടുണ്ട്, ഒരു കംപ്ലീറ്റ് ഡീമനായിട്ട്. പെട്ടെന്ന് തന്നെ സൂര്യവെളിച്ചം വെച്ചിട്ട് നമ്മുടെ ടാൻജറോൻ്റെ ബോഡി ഒന്നാകെ ചുട്ടു പൊള്ളുന്നുണ്ട്. അതായത് അവനൊരു ഡീമനായിട്ട് മാറിയിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ ഗിയു വന്ന് അലറുന്നുണ്ട്. അനങ്ങാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം അവരുടെ സോഡൊക്കെ എടുത്തിട്ട് വേഗം വാ. ടാൻജറോ ഒരു ഡീമനായിട്ട് മാറിയിട്ടുണ്ട്. അവനെ അനങ്ങാൻ സമ്മതിക്കരുത്. അവൻ ഈ വെയിലിൻ്റെ മുന്നിൽ നിന്ന് അവനെ കുത്തിപ്പിടിച്ച് അവനെ കൊന്നിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് നമ്മുടെ സെനിറ്റ്സും യൂഷറയ്ക്കൊന്നും ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ടൈമിൽ തന്നെ നമ്മുടെ ഗിയു ടാൻജറോനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടാൻജറോൻ്റെ ബോഡി ഒരുപാട് പൊള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ വേദന സഹിക്കാനാകുന്നില്ല. അങ്ങനെ അവൻ വീണ്ടും ആ ഷെയ്ഡിലേക്ക് മൂസ മാറിയതുപോലെ മാറുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗിയു അവൻ്റെ സോഡ് കൊണ്ട് അവനെ കുത്തി തള്ളി താഴെയിടുന്നുണ്ട്. അതായത് അവൻ ഷെയ്ഡിലേക്ക് ഒളിക്കാൻ നമ്മുടെ ഗിയു സമ്മതിക്കുന്നില്ല. ഗിയു പറയുന്നുണ്ട്, ടാൻജറോ നീയായി തന്നെ ഇരിക്കുക, നിനക്ക് എല്ലാം പറ്റും എന്ന് നമ്മുടെ ഗിയു നമ്മുടെ ടാൻജറോനോട് പറയുന്നുണ്ട്. പക്ഷെ ടാൻജറോൻ്റെ മുഖം എന്നൊക്കെ ടാൻജറോയ്ക്ക് ചുട്ടു പൊള്ളുന്നുണ്ട് വെയിൽ കൊണ്ട് തന്നെ. ഗിയു അവൻ്റെ മനസ്സിൽ കരുതുന്നുണ്ട്, ഗിയു നേരത്തെ ഒരു ഡീമൺ സ്ലെയറിനെ രക്ഷിച്ചില്ലായിരുന്നോ? ആ രക്ഷിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ ടാൻജറോ ഉറപ്പായിട്ട് അവനെ കൊന്നു കളഞ്ഞേനെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻജറോനെ നമുക്ക് ഒരുപാട് പൊള്ളിയിട്ടുണ്ടായിരുന്നില്ലേ? പെട്ടെന്ന് തന്നെ അതൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു നമ്മുടെ ഗിയു ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഗിയുവിന് മനസ്സിലായിട്ടുണ്ട് ടാൻജറോയ്ക്ക് സൺലൈറ്റിനെ ഓവർകം ചെയ്യാൻ പറ്റും, നിസുക്കോനെ പോലെ. പെട്ടെന്ന് തന്നെ നമ്മുടെ ടാൻജറോ ഗിയുവിനെ അവൻ്റെ താടിയിൽ തന്നെ തട്ടി തെറിപ്പിക്കുന്നുണ്ട്. ഗിയുവിൻ്റെ ഭയന്നാണെങ്കിൽ ഒരുപാട് ബ്ലഡ് വന്നിട്ട് നമ്മുടെ ഗിയു അവിടെ മലന്നടിച്ച് വീഴുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഗിയുവിനെ ടാൻജറോ അറ്റാക്ക് ചെയ്യാൻ പോയത് പെട്ടെന്ന് അവിടേക്ക് ഇനോസുക്കെ വന്നിട്ട് ടാൻജറോനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ടാൻജറോനെ ഇനോസുക്കെ പറയുന്നുണ്ട്, നീ എന്താടാ കാണിക്കുന്നത്? അവൻ നമ്മുടെ ഫ്രണ്ടാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒന്നും നമ്മുടെ ടാൻജറോൻ്റെ തലയിൽ കയറുന്നുണ്ടായിരുന്നില്ല. ടാൻജറോ ആകെ ഒരു ഡീമനായി തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന നമ്മുടെ ഇനോസുക്ക് നമ്മുടെ സെനിറ്റ്സുവിന് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല. നമ്മുടെ സെനിറ്റ്സു പറയുന്നുണ്ട്, എന്താണ് ടാൻജറോ ഇതൊന്നും അവസാനിക്കുന്നില്ലേ? എത്ര നേരമാണിത്? ആർക്കൊന്ന് ഫൈറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ തന്നെ നമ്മുടെ ഇനോസുക്കിൻ്റെ ടാൻജറോ അറ്റാക്ക് ചെയ്യാണ്. ഈ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് കാണിക്കുന്നത്. നമ്മൾ 3 പേരും ബ്രദേഴ്സാണ്. നമ്മൾ ആരെങ്കിലും ഒരാൾ തെറ്റായ പാതയിൽ പോകുകയാണെങ്കിൽ നമ്മൾ 2 പേരും കൂടെ അയാളെ തടയും, അയാളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കും എന്ന് പറയുന്നുണ്ട്. ടാൻജറോ അങ്ങനെ ചെയ്യരുതെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടാൻജറോ ഇനോസുക്കിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇനോസുക്കെ പറയുന്നുണ്ട്, ഞാൻ ഉറപ്പായിട്ട് ഇവനെ കൊല്ലും, ഞാൻ ഉറപ്പായിട്ട് ഇവനെ സ്ലൈസ് ചെയ്യും, ഞാൻ ഇവനെ അങ്ങനെ തീർക്കുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ
നമ്മുടെ ടാഞ്ചറോൻ്റെ ഒരു പഴയ ഫേസ് നമ്മുടെ ഇനോസുക്കേൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഇനോസുക്കെ അവൻ്റെ കട്ടാന നമ്മുടെ ടാഞ്ചറോൻ്റെ കഴുത്തിൽ നിന്ന് എടുക്കാൻ നോക്കുന്നുണ്ട്. എനിക്ക് പറ്റില്ല, എനിക്ക് അവനെ കൊല്ലാൻ സാധിക്കില്ല, ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഇനോസുക്കെ അങ്ങനെ നിൽക്കുന്നുണ്ട്. അവൻ ഒരുപാട് കരയുന്നുണ്ട്. എനിക്കറിയാം എനിക്കൊരിക്കലും ടാഞ്ചറോനെ കൊല്ലാൻ പറ്റില്ല, ടാഞ്ചറോ നിന്നെ ഒരിക്കലും എനിക്ക് കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മുടെ ഇനോസുക്കെ കരയുന്നോണ്ട് കാണിച്ച് ഈ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്.